എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തീയ ജീവിതത്തിങ്കിൽ, ഈ യാത്രയെങ്കിൽ നാം പ്രതീക്ഷിച്ചതും നാം പ്രതീക്ഷിക്കാത്തതും, നാം ചിന്തിച്ചതും നാം ചിന്തിക്കാത്തതും, നാം സ്വപ്നത്തിൽ കണ്ടതും നാം സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്തതും നമ്മുടെ മുൻപിൽ വരാം. പക്ഷെ ഇതിൻ്റെ എല്ലാം നടുവിലുള്ള ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ അക്കരയ്ക്ക് പോകാം എന്ന് വിളിച്ചവനായ ദൈവം, അക്കരെ നാട്ടിലേക്ക് യാത്ര ചെയ്യുവാൻ നിയോഗം തന്ന ദൈവം, പടകെടുക്കാൻ പറഞ്ഞ ദൈവം, യാത്ര തുടങ്ങാമെന്ന് പറഞ്ഞ ദൈവം ഒരിക്കലും ആ യാത്രയിൽ അന്യനല്ല, അല്ലെങ്കിൽ അവൻ വിദൂരതയിലല്ല. അവൻ എൻ്റെയും നിങ്ങളുടെയും പടകിലുണ്ട്, അവൻ അമരത്തുണ്ട് എന്ന സത്യം തിരിച്ചറിയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഉറപ്പുണ്ട് എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന്? ശിഷ്യന്മാരോട് ഒരിക്കലും കർത്താവ് പറഞ്ഞില്ല, ഈ അക്കരയ്ക്ക് പോകുമ്പം, നമ്മൾ പടകുമായിട്ട് യാത്ര ചെയ്യുമ്പം ഭയങ്കര കാറ്റുണ്ട്, തിരമാലയുണ്ട്, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഒന്നും യേശു വെളിപ്പെടുത്തിയില്ല. വെളിപ്പെടുത്താത്ത പലതും വെളിപ്പെട്ടു വന്നപ്പോൾ, വെളിപ്പാട് നഷ്ടപ്പെട്ട ശിഷ്യന്മാർ അലറി വിളിച്ചപ്പോൾ അമരത്ത് കർത്താവ് അങ്ങ് എഴുന്നേൽക്കുക മാത്രമാ ചെയ്തേ. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദര, വിളി കേട്ടിറങ്ങിയ ഒരു വ്യക്തിയാണോ നിങ്ങൾ? ദൈവം നിങ്ങളെ വിളിച്ചു എന്ന് ഉറപ്പുണ്ടോ? നിങ്ങളൊരു ദൈവപൈതലാണോ? നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണോ? ഒരിക്കലും വിളിച്ച കർത്താവ് നിങ്ങളെ ചതിക്കില്ല. നിങ്ങളുടെ യാത്ര പകുതി വഴിക്ക് അവൻ തീർക്കില്ല. അക്കരയ്ക്കെത്തിക്കും എന്ന് പറഞ്ഞവൻ ഒരു ദൗത്യത്തിനായി പുറപ്പെട്ടെങ്കിൽ, ഒരു ദൗത്യത്തിനായി വിളിച്ചെങ്കിൽ, ഒരു നിയോഗമേൽപ്പിച്ചെങ്കിൽ അത് പകുതി വഴിക്ക് തീർത്തു കളയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ വിളിച്ച വിളിയുടെ പൂർണ്ണതയിലേക്ക് നിങ്ങളെ എത്തിക്കുവാൻ നിങ്ങളെ വിളിച്ച കർത്താവ് വിശ്വസ്തനാണ് എന്ന ഉറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അബ്രഹാമിനെ ദൈവം വിളിച്ചു. തേരഹിന്റെ പുത്രനായ അബ്രഹാമിനെ ദൈവം വിളിച്ചിട്ട് വഴിയോര കച്ചവടക്കാരനായ വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കി വിറ്റ് ഉപജീവനം കഴിച്ചിരുന്ന ഈ മനുഷ്യനെ ദൈവം വിളിച്ചു, തൻ്റെതാക്കി മാറ്റി. എന്നിട്ട് ദൈവം തമ്പുരാൻ പറഞ്ഞു, അബ്രഹാമേ, നിന്നെ ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകുക. ഒരിക്കലും ആ ദേശം ഏത് എന്ന് ദൈവം വെളിപ്പെടുത്തിയില്ല. കാണിക്കാനിരിക്കുന്ന ദേശം നീ കണ്ടിട്ടുള്ള ദേശമല്ല, അവിടെ ചെന്നാലേ നിനക്കത് കാണാൻ പറ്റുള്ളൂ. ദേശം ഏതെന്ന് ഞാൻ വ്യക്തമാക്കുന്നില്ല, പക്ഷേ നീ എഴുന്നേൽക്ക, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ യാത്ര ചെയ്യുക. ഒരുപാട് ദേശങ്ങളെക്കുറിച്ച് അബ്രഹാം ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകാം, പക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുക കാണിക്കാൻ പോകുന്ന ദേശം. എങ്ങനെ പറയും? ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ടൊന്ന് ചിന്തിച്ചേ. ഒരു ഓട്ടോറിക്ഷയ്ക്കകത്ത് കയറിയിരുന്നിട്ട് ദൈവം എന്നെ ഒരു സ്ഥലം കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് വണ്ടി വിടൂ എന്ന് പറഞ്ഞാൽ ആ ഓട്ടോറിക്ഷ ഡ്രൈവർ അവിടെ ഇറക്കി വിടും. നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് പറയും. ഒരു ബസ്സിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് എവിടെയാ പോകണ്ടേന്ന് കണ്ടക്ടർ ചോദിക്കുമ്പോൾ, ടിക്കറ്റ് എടുക്കാൻ ചോദിക്കുമ്പോൾ, അത് ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു സ്ഥലത്ത് തന്നെ കൊണ്ടുപോകാൻ, അങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ അപ്പോഴേ അവർക്ക് ചിലതൊക്കെ പിടികിട്ടും. പ്രൈസ് ഗോഡ്. നമുക്ക് യാത്ര ചെയ്യാൻ പറ്റണമെങ്കിൽ ആ ഡെസ്റ്റിനിയെ കുറിച്ച് ഒരു പൂർണ്ണമായ ഉറപ്പുണ്ടാകണം. അബ്രഹാമിന് അറിയില്ല എന്ത് എന്ന്. ആ യാത്രയുടെ ഉദ്ദേശവും പദ്ധതിയും തനിക്കറിയില്ല. പക്ഷെ ദൈവം പറഞ്ഞു, അബ്രഹാമേ, നിന്നെ ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. വിശ്വാസത്തോടെ അബ്രഹാം ചുവടുവെച്ചു. എന്നെ കേൾക്കുന്നവരെ, വഴിത്തലയ്ക്കൽ നിൽക്കുന്നവർ നിന്നെ പരിഹസിച്ചാലും, നിന്റെ യാത്ര എവിടേക്കെന്ന് ചോദിക്കുമ്പോൾ ആ യാത്രയ്ക്കൊരു അർത്ഥമില്ല, ഇത് അർത്ഥശൂന്യമായ ഒരു യാത്രയാണെന്ന് വിമർശിച്ചാലും, ഞാൻ ഉറപ്പായും പറയുന്നു, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു. ആ കർത്താവ് തൻ്റെ പ്രവൃത്തി നിങ്ങളിൽ നിവർത്തിച്ചിരിക്കും. നിങ്ങളെ വിളിച്ച വിളിക്ക്, ഈ യാത്രയ്ക്ക് ഒരു ഫിനിഷിംഗ് പോയിന്റ് ഉണ്ട്. ഒരു സ്റ്റാർട്ടിംഗ് ഉണ്ടായിരുന്നെങ്കിൽ അതിനൊരു ഫിനിഷിംഗ് പോയിന്റിൽ ഉണ്ട്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാകുന്ന, അതിനെ ഫിനിഷിംഗിൽ എത്തിക്കുന്ന ആ നല്ല കർത്താവ് നിങ്ങളെ ഇവിടെ എത്തിച്ചിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ ക്രിസ്തുവിൽ ഉറപ്പിക്കുക, നിങ്ങളെ വിളിച്ചവനിൽ ഉറപ്പിക്കുക.